In this video, I will help you learn the review questions and activities like letter writing and writing a news report from the story of Lencho in Unit 2 Letter to God in the Class 5 English textbook. ലെഞ്ചോയുടെ സ്റ്റോറി ഓൾറെഡി തന്നെ നമ്മൾ 3 പ്രീവിയസ് വീഡിയോസിൽ 3 പാർട്ടായിട്ട് ഞാൻ ഇട്ടിരുന്നത് കണ്ടു കാണുമായിരിക്കുമല്ലോ. അപ്പോൾ എന്താണ് ലെഞ്ചോയുടെ സ്റ്റോറിയിലുള്ളത്? ലെഞ്ചോ ഈസ് എ ഫാർമർ. ഹീ ഈസ് വെയിറ്റിംഗ് ഫോർ റെയിൻസ് ഫോർ ഹിസ് ക്രോപ്സ്. എന്നാൽ മഴയ്ക്ക് പകരം എന്താണ് വന്നത്? അതിഭയങ്കരമായ ഹെയിൽ സ്റ്റോം വന്ന് ഹിസ് ക്രോപ്സ് വെർ ഓൾ ഡിസ്ട്രോയിഡ്. കൃഷിയെല്ലാം നശിപ്പിക്കപ്പെട്ടപ്പോൾ ലെഞ്ചോയുടെ കുടുംബവും ആകെ ഒന്നുമില്ലാതെ പാവപ്പെട്ടവരായിപ്പോയി. അപ്പോൾ അവർക്ക് എവിടെയായിരുന്നു? വിശ്വാസം മുഴുവൻ ദൈവത്തിലായിരുന്നു. അങ്ങനെ ദ നെക്സ്റ്റ് സൺഡേ ലെഞ്ചോ റോട്ട് എ ലെറ്റർ ടു ഗോഡ് ആസ്കിങ് ഹിം ഫോർ 100 പീസോസ്. ഒരു 100 പിസോയെങ്കിലും എനിക്ക് അയച്ചു തരണേ ദൈവമേ, എങ്കിലും എനിക്കും എൻ്റെ കുടുംബത്തിനും ഈ വർഷം ജീവിച്ചു പോകാൻ പറ്റുള്ളൂ എന്നാണ് ലെഞ്ചോ ദൈവത്തിന് കത്ത് എഴുതിയത്. ഈ കത്ത് കിട്ടിയപ്പോൾ പോസ്റ്റ്മാനും പോസ്റ്റ് മാസ്റ്ററും അവിടെയുള്ള എംപ്ലോയീസിനെല്ലാം, പോസ്റ്റ് ഓഫീസിലെ എംപ്ലോയീസിനെല്ലാം ചിരി വന്നുവെങ്കിലും അവരെല്ലാം ലെഞ്ചോയുടെ ദൈവവിശ്വാസം കണ്ട് വളരെ അത്ഭുതം. The postmaster and the employees of the post office collected around 70 pesos and wrote a letter to Lencho, and on top of the envelope they wrote from God. The next day Lencho came to the post office. Post office വന്നിട്ട് പോസ്റ്റ്മാനോട് ചോദിക്കും, എനിക്ക് വല്ല കത്തുമുണ്ടോ? അപ്പോൾ പോസ്റ്റ്മാൻ എടുത്തു കൊടുത്ത ലെറ്റർ കണ്ടപ്പോൾ ലെഞ്ചോയ്ക്ക് ഒട്ടും സർപ്രൈസ്ഡ് അല്ല. കാരണം ലെഞ്ചോ ദൈവത്തിൽ നിന്ന് അങ്ങനെ ഒരു റിപ്ലൈ പ്രതീക്ഷിച്ചിരുന്നത് പോലാണ് അവിടെ വരുന്നത്. തുറന്നു നോക്കിയപ്പോൾ ബട്ട് ഹി ഗോട്ട് ആംഗ്രി. കാരണം എന്താണ്? ദർ വർ ഓൺലി 70 പീസോസ്. അയാൾ 100 പീസോ അല്ലേ ചോദിച്ചത്. സോ ഹി തോട്ട് ഈ പോസ്റ്റ് ഓഫീസിലെ എംപ്ലോയീസ് അയാളെ ചീറ്റ് ചെയ്തു എന്ന് വിചാരിച്ച് അയാൾക്ക് ആകെ സങ്കടവും ദേഷ്യവുമാകും. വാട്ട് ഡിഡ് യു ഡു? അയാൾ ഉടനെ തന്നെ അടുത്ത ഒരു ലെറ്റർ ദൈവത്തിന് എഴുതി പോസ്റ്റ് ചെയ്യും. അതിനകത്ത് എന്താ എഴുതിയിരിക്കുന്നത്? ദൈവമേ, ആ ബാക്കിയുള്ള 100 പീസോ എനിക്ക് 30 പീസോയെങ്കിലും എനിക്ക് തരണം, എങ്കിൽ മാത്രമേ എനിക്കും എൻ്റെ കുടുംബത്തിലും ജീവിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഇത് നേരിട്ട് പോസ്റ്റ് ഓഫീസിലേക്ക് അയക്കണ്ട, കാരണം ദ എംപ്ലോയീസ് ഓഫ് ദ പോസ്റ്റ് ഓഫീസ് ആർ എ ബഞ്ച് ഓഫ് ക്രൂക്സ് എന്ന് പറഞ്ഞ അയാൾ എഴുത്ത് സ്റ്റാമ്പ് ഒട്ടിച്ച് പോസ്റ്റ് ചെയ്യും. Now we will see the review questions in the story. What would be the postmaster's feeling when he read Lencho's second letter? അപ്പോൾ ലെഞ്ചോയുടെ രണ്ടാമത്തെ എഴുത്ത് വായിച്ചപ്പോൾ എന്തായിരിക്കും പോസ്റ്റ് മാസ്റ്റർ വിചാരിച്ചിട്ടുണ്ടാവുക? Postmaster would be very much surprised by Lencho's second letter in which he asks God to send the rest of the money. അല്ലേ? അപ്പം രണ്ടാമത്തെ എഴുത്തിൽ ദൈവത്തിനോട് ലെഞ്ചോ ബാക്കിയുള്ള പൈസകൾ അയച്ചു തരണമേ എന്നുള്ളതാണ് എഴുതിയിരിക്കുന്നത്. ആ ലെറ്റർ കാണുമ്പോൾ പോസ്റ്റ് മാസ്റ്റർ അതിഭയങ്കരമായി അതിശയിച്ചു പോകുകയാണ്. പോസ്റ്റ് മാസ്റ്റർ വുഡ് ഓൾസോ ബി സർപ്രൈസ്ഡ് ആസ് ലെഞ്ചോ ഇൻ ഹിസ് ലെറ്റർ terms the post office employees as a bunch of crooks. പോസ്റ്റ് മാസ്റ്റർ പിന്നെയും അതിശയപ്പെട്ടു. എന്താണ്? കാരണം ലെഞ്ചോ ആ ലെറ്ററിനുള്ളിൽ പറയുന്നുണ്ട് ആ പോസ്റ്റ് ഓഫീസിലെ എംപ്ലോയീസ് എല്ലാം ഭയങ്കര കൗശലക്കാരാണ്. Question number 2. Why did Lencho think that the post office employees are a bunch of crooks? എന്തുകൊണ്ടാണ് ആ പോസ്റ്റ് ഓഫീസിലെ എംപ്ലോയീസ് എല്ലാം ഒരു കൂട്ടം കൗശലക്കാരാണെന്ന് ലെഞ്ചോ ചിന്തിക്കാൻ കാരണം? When Lencho counted the money, he found only 70 pesos in the envelope. ലെഞ്ചോ ആ എൻവലപ്പിലെ പൈസ കൗണ്ട് ചെയ്ത് നോക്കിയപ്പോൾ എത്ര ഉണ്ടായിരുന്നു? ആകെ 70 പീസോസേ അതിനകത്തുണ്ടായിരുന്നുള്ളൂ. 70 പീസോസേ ഉണ്ടായിരുന്നു. He felt that the post office employees cheated him by taking money out of the envelope God sent him. അവന് ദൈവം അയച്ച കത്തിനകത്ത് നിന്നും ഈ പോസ്റ്റ് ഓഫീസിലെ എംപ്ലോയീസ് പൈസ എടുത്തു എന്നാണ് അവൻ ചിന്തിച്ചത്. That is why he thought that they are a bunch of crooks. അതുകൊണ്ടാണ് ആ എംപ്ലോയീസ് ഒരു കൂട്ടം കൗശലക്കാരാണെന്ന് അവൻ തെറ്റിദ്ധരിക്കാൻ കാര്യം. Pick out the sentences in the story that show Lencho's strong faith in God. ഈ സ്റ്റോറിയിൽ ലെഞ്ചോയുടെ ഉറച്ച ദൈവവിശ്വാസത്തെ ചൂണ്ടിക്കാണിക്കുന്ന കുറച്ച് സെന്റൻസസ് എടുത്തെന്ന് എഴുതാനാണ് അവർ പറയുന്നത്. നമുക്ക് താഴെ നോക്കിയാട്ടെ. ഫസ്റ്റ് സെന്റൻസ്, ഓൾ ത്രൂ ദ നൈറ്റ് ലെഞ്ചോ തോട്ട് ഓൺലി ഓഫ് ഹിസ് വൺ ഹോപ്പ് ഗോഡ്. അപ്പോൾ അന്ന് ഹെയിൽ സ്റ്റോം എന്നെല്ലാം നശിക്കപ്പെട്ട ആ രാത്രിയിൽ ലെഞ്ചോയുടെ ഏക പ്രതീക്ഷ ദൈവമായിരുന്നു. അടുത്തത്, ദ ഫോളോയിങ് സൺഡേ അറ്റ് ഡേ ബ്രേക്ക് ഹി ബിഗാൻ ടു റൈറ്റ് എ ലെറ്റർ. ഇറ്റ് വാസ് നത്തിങ് ലെസ് ദാൻ എ ലെറ്റർ ടു ഗോഡ്. അപ്പം അതിൻ്റെ അടുത്ത ഞായറാഴ്ച അവന് നേരം പുലർന്നപ്പോൾ ലെഞ്ചോ ദൈവത്തിനൊരു കത്തെഴുതി. അപ്പം ഈ സെൻറ്റൻസസ് എല്ലാം തന്നെ ലെഞ്ചോയുടെ ഉറച്ച ദൈവവിശ്വാസത്തെ ചൂണ്ടിക്കാണിക്കുന്നതാണ് അല്ലേ. തേർഡ് സെൻറ്റൻസ്, ഹി റോട്ട് ടു ഗോഡ് ഓൺ ദ എൻവലപ്പ് ആൻഡ് വെന്റ് ടു ദ ടൗൺ. അപ്പോൾ അയാൾ എഴുതിയ ആ കത്തിൽ അവന് അഡ്രസ്സ് എന്താ എഴുതിയത്? ടു ഗോഡ് എന്ന് എഴുതി. അടുത്തത്,
The following day, Lencho went to the post office earlier than usual. അതിൻ്റെ അടുത്ത ദിവസം ലെഞ്ചോ നേരം പുലർന്ന് സാധാരണത്തിനേക്കാൾ നേരത്തെ തന്നെ അവൻ പോസ്റ്റ് ഓഫീസിൽ പോയി. എന്തുകൊണ്ടായിരിക്കും? കാരണം ലെഞ്ചോയ്ക്ക് ഉറപ്പുണ്ടായിരുന്നു ദൈവം അവനൊരു മറുപടി അയക്കുമെന്ന്. Lencho showed not the slightest surprise on seeing the money. Such was his confidence, but he became angry when he counted the money. God could not have made a mistake. അപ്പോൾ ഈ കത്ത് കണ്ട ഉടനെ ലെഞ്ചോയ്ക്ക് മുഖത്ത് അതിശയമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം അയാൾ പ്രതീക്ഷിച്ചിരുന്ന ഒരു കാര്യമാണ്. പക്ഷേ അയാൾ ആ പൈസ അത് എൻവലപ്പ് തുറന്ന് ആ പൈസ എണ്ണി നോക്കിയപ്പോൾ അയാൾക്ക് ആകെ ദേഷ്യം വന്നു. അയാൾ ചിന്തിക്കുകയാണ്, ദൈവം ഒരു തെറ്റ് വരുത്താൻ ഇടയില്ലല്ലോ. അപ്പോൾ ഇതെല്ലാം തന്നെ ലെഞ്ചോയുടെ ദൈവവിശ്വാസത്തെ കാണിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. Question number 4. Usually we enjoy rain. There are times when we curse the rain too. Have you had any such experience? Share it with your friends. സാധാരണഗതിയിൽ മഴ എന്ന് പറയുന്നത് നമ്മൾ ആസ്വദിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ മഴ ഒരു ശാപമായി മാറുന്ന ഒരു അനുഭവം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെയുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് പങ്കുവയ്ക്കൂ. അപ്പോൾ താഴെ എനിക്കുണ്ടായ ഒരു അനുഭവത്തെപ്പറ്റി ഞാൻ പറഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്കത് ശ്രദ്ധിച്ച് നിങ്ങൾക്ക് ഇതേപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരുമായി അത് പങ്കുവെക്കാം. അത് നിങ്ങൾ അതുപോലെ നിങ്ങൾ എഴുതണമെന്ന് മാത്രം. Our place normally gets enough monsoon rains that cools the earth and is a blessing to the farmers. അപ്പോൾ എൻ്റെ സ്ഥലം സാധാരണഗതിയിൽ ഞങ്ങൾക്ക് നല്ലതായിട്ട് മഴ കിട്ടുന്ന ഇടമാണ്. അത് ഭൂമിയെ തണുപ്പിക്കുകയും കൃഷിക്കാർക്ക് വളരെയധികം അനുഗ്രഹപ്രദവുമാണ് ആ മഴ. But we cursed rain 2 years back in 2018 when our state Kerala was flooded due to extremely heavy rains. പക്ഷേ ഞങ്ങൾ മഴ ശാപമെന്ന് പറഞ്ഞ ഒരു സമയമുണ്ടായിരുന്നു. ഇന്ന് 2018 2 വർഷം മുൻപ് ഞങ്ങളുടെ സംസ്ഥാനത്ത് അതിഭയങ്കരമായ മഴ വന്ന് എല്ലായിടത്തും വെള്ളപ്പൊക്കമുണ്ടായപ്പോൾ all the dams were full and shutters were lifted, which led the water level in rivers to rise high and resulted in floods. It affected so many places and so many families were dislocated and many died. Airports were closed due to flooded runways. The after effects of the floods are still fresh in our minds. ഞങ്ങളുടെ നാട്ടിലെ മിക്കവാറും എല്ലാ ഡാമുകളും നിറഞ്ഞു കവിയുകയും ഷട്ടറുകളെല്ലാം ലിഫ്റ്റ് ചെയ്യുകയും ചെയ്യേണ്ടി വന്നു. അത് കാരണം നമ്മളുടെ നദികളിലെല്ലാം വെള്ളത്തിൻ്റെ ലെവൽ ഭയങ്കരമായി കൂടി ആ കരഭാഗങ്ങളെല്ലാം വെള്ളപ്പൊക്കത്തിൽ അടിയിലായിപ്പോയി. ഇറ്റ് അഫക്റ്റഡ് മെനി പ്ലേസസ്. ഒത്തിരി സ്ഥലങ്ങളെ ഇത് ബാധിക്കുകയും ധാരാളം കുടുംബങ്ങൾ അവരുടെ വീട് വിട്ടവിടെ ഇറങ്ങേണ്ടി വരികയും ചെയ്തു. ഒത്തിരി പേര് മരിച്ചു പോവുകയും ചെയ്തു. എയർപോർട്ട്സ് വരെ റൺവേസ് ക്ലോസ് ചെയ്തത് കാരണം എയർപോർട്ട്സ് വരെ ക്ലോസ് ചെയ്യേണ്ടി വന്നു. മാത്രമോ ഈ വെള്ളപ്പൊക്കം മൂലമുണ്ടായ അനന്തരഫലങ്ങളെല്ലാം നമ്മുടെ മനസ്സിൽ ഇന്നും മായാതെ നിൽക്കുന്നു. ഇവിടെ സോ മെനി ഫാമിലീസ് വർ ഡിസ്ലൊക്കേറ്റഡ് എന്നുദ്ദേശിക്കുന്നത് ഒത്തിരിയും കുടുംബങ്ങൾ ഒറിജിനലി അവർ താമസിച്ചിരുന്ന സ്ഥലം വിട്ട് അവർക്ക് മാറിപ്പോകേണ്ടി വന്നു എന്നതാണ് അതിൻ്റെ അർത്ഥം. ഈ വെള്ളപ്പൊക്കം മൂലം അതാണ് ഡിസ്ലൊക്കേറ്റഡ് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി അതുപോലെ തന്നെ ദ ആഫ്റ്റർ ഇഫക്ട്സ് ഓഫ് ദ ഫ്ലഡ്സ് ആർ സ്റ്റിൽ ഫ്രഷ് ഇൻ അവർ മൈൻഡ്സ് എന്ന് പറയുന്നത്. ഫ്രഷ് എന്നുള്ളത് പുതുമയെന്നുള്ള അർത്ഥത്തിൽ അല്ല, നമ്മുടെ മനസ്സിൽ മായാതെ കിടക്കുന്നു എന്ന് പറയാനാണ് ആർ സ്റ്റിൽ ഫ്രഷ് ഇൻ അവർ മൈൻഡ്സ് എന്നവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. Okay, so now what's next? After posting the second letter to God, Lencho returned home and narrated all the events to his wife. Write them down. അപ്പോൾ ലെഞ്ചോ ആ രണ്ടാമത്തെ ലെറ്റർ ദൈവത്തിന് എഴുതിയ ശേഷം ലെഞ്ചോ തിരിച്ചു വീട്ടിൽ പോയി ഭാര്യയോട് എല്ലാ കാര്യങ്ങളും നരേറ്റ് ചെയ്യുക അല്ലെങ്കിൽ പറയുകയാണെങ്കിൽ അത് എങ്ങനെയായിരിക്കും പറയുക എന്നുള്ളത് നമ്മളൊന്ന് എഴുതാനാണ് അവർ ആവശ്യപ്പെടുന്നത്. അപ്പം നോർമലി നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നരേറ്റ് ചെയ്യുമ്പോൾ നമ്മളത് പാസ്റ്റ് ടെൻസിലായിരിക്കും. കാരണം കഴിഞ്ഞ ഒരു കാര്യമാണല്ലോ നമ്മൾ വന്ന് പറയുന്നത്. അപ്പോൾ പാസ്റ്റ് ടെൻസിലായിരിക്കും നമ്മളത് എഴുതേണ്ടത്. അപ്പോൾ അത് എങ്ങനെ എഴുതാമെന്ന് നോക്കിക്കേ. When Lencho returned home, he told his wife that he got a reply from God. He told her that he found only 70 pesos in the envelope and that the post office employees have cheated him and they are a bunch of crooks. അപ്പോൾ ലെഞ്ചോ തിരിച്ച് വീട്ടിൽ ചെന്നപ്പോൾ അയാളുടെ ഭാര്യയോട് പറഞ്ഞു അയാൾക്ക് ദൈവത്തിൻ്റെ കയ്യിൽ നിന്നൊരു മറുപടി കിട്ടിയത്. അതുപോലെ തന്നെ വേറെ എന്ത് പറഞ്ഞു? ഹി ഓൾസോ ടോൾഡ് ഹർ ദാറ്റ് അവൻ 70 പീസോയെ തുറന്നപ്പോൾ കണ്ടുള്ളൂ. ആ പോസ്റ്റ് ഓഫീസിലെ ആൾക്കാർ ഒരു കൂട്ട കൗശലക്കാരാണ്, അവരെന്നെ പറ്റിച്ചിരിക്കുന്നു. എങ്ങനെ പറ്റിച്ചു എന്നാണ്? അയാളുടെ കയ്യിൽ നിന്നുള്ള പൈസ എടുത്തിട്ട് ബാക്കി 70 പീസോസെ ആ കവറിൽ വെച്ചു എന്നുള്ളതാണ് അയാളുടെ ധാരണ. He also told her that he wrote another letter to God asking him to send the rest of the amount to him but not through the post office. അതുപോലെ തന്നെ
പോസ്റ്റ് ഓഫീസ് വഴിയല്ലാതെ എനിക്ക് ബാക്കി പൈസയും കൂടി അയച്ചു തരണേ എന്ന് പറഞ്ഞ് ഞാൻ ദൈവത്തിന് വേറെ ഒരു കത്തും കൂടി എഴുതിയിട്ടുണ്ടെന്നാണ് ലെഞ്ചോ ഭാര്യയോട് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ലെറ്റർ റൈറ്റിംഗ്. സി, the postmaster writes a reply to Lencho's second letter. Imagine and write down the letter. അപ്പം പോസ്റ്റ് മാസ്റ്റർ ലെഞ്ചോ എഴുതിയ രണ്ടാമത്തെ കത്തിനൊരു മറുപടി കൊടുത്താൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ് നോക്കേണ്ടത്. അപ്പോൾ how to write a letter, let's see that. So now let's see how to write a letter. What are the rules for letter writing? You can use various formats for writing a letter. അല്ലേ, നമുക്ക് പല തരത്തിൽ നമുക്ക് ലെറ്ററുകൾ എഴുതാം. ഇങ്ങനെ എഴുതാൻ പാടുള്ളൂ എന്നില്ല, അതിന് ഓരോ കാര്യത്തിനും പല ഫോർമാറ്റ്സ് ഉണ്ട്. അതാണ് എങ്ങനെയാണ്, ആദ്യമായിട്ട് നോക്കിയാൽ നമുക്ക് ഡേറ്റ് അറ്റ് ദ ടോപ്പ് ഓർ അറ്റ് ദ ബോട്ടം. ഡേറ്റ് ഒന്നുകിൽ നമുക്ക് മുകളിൽ എഴുതാം ലെറ്റർ എഴുതുന്നതിന് മുൻപ്, അതല്ലെങ്കിൽ ലെറ്റർ എഴുതി കഴിഞ്ഞ് സിഗ്നേച്ചർ ഇട്ട് കഴിഞ്ഞ് താഴെ വേണമെങ്കിൽ നമുക്ക് ഡേറ്റ് എഴുതാം. അടുത്തത് സെൻഡേഴ്സ് അഡ്രസ്സ്, അതായത് ഫ്രം അഡ്രസ്സ്, ആരാണോ അയക്കുന്നത്. അപ്പോൾ ഫ്രം അഡ്രസ്സ് മുകളിൽ കൊടുക്കാം, അതല്ല എങ്കിൽ ഒപ്പിട്ടിട്ട് അതിൻ്റെ താഴെ കൊടുക്കാം. ഇനി അടുത്തത് റിസീവേഴ്സ് അഡ്രസ്സ്, അതായത് ടു അഡ്രസ്സ് എന്ന് പറയും. ആർക്കാണോ നമ്മൾ ലെറ്റർ എഴുതുന്നത്, ഒന്നുകിൽ നമുക്ക് അവർ അഡ്രസ്സ് മുകളിൽ എഴുതാം, അതല്ലെങ്കിൽ സല്യൂട്ടേഷൻ മതി. സല്യൂട്ടേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? സി പോയിന്റ് നമ്പർ 4, ഡിയർ മിസ്റ്റർ ഓർ മിസ്സസ്, അല്ലെങ്കിൽ ഡിയർ സർ ഓർ മാഡം. ഓക്കെ, ഇനി അടുത്തത് ബോഡി ഓഫ് ദ ലെറ്റർ. അപ്പോൾ നമ്മൾ സല്യൂട്ടേഷൻ എഴുതി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബോഡി ഓഫ് ദ ലെറ്റർ, അതായത് ലെറ്ററിലെ കണ്ടന്റ് എന്താണോ എഴുതേണ്ടത് അത് നമ്മൾ ചിലപ്പം 1-2 പാരഗ്രാഫ് ആയിട്ട് എഴുതണമെങ്കിൽ അതനുസരിച്ച് അത് എഴുതുക. ഇനി അടുത്തത് ഒരു ഫോർമൽ ലെറ്റർ എങ്ങനെ എൻഡ് ചെയ്യാം? യുവേഴ്സ് സിൻസിയർലി, യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി എന്നൊക്കെയാണ് നമ്മളത് ലാസ്റ്റ് അത് എൻഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ സിഗ്നേച്ചർ എഴുതി വി ഹാവ് ടു റൈറ്റ് യുവർ നെയിം അണ്ടർനീത്ത്. ഇനി ഇഫ് യു ഡു നോട്ട് നോ ദ റിസീവേഴ്സ് നെയിം, ആരായിരിക്കും ഈ കത്ത് റിസീവ് ചെയ്യുക എന്ന് നിങ്ങൾക്ക് ഉറപ്പില്ല എങ്കിൽ യു ക്യാൻ യൂസ് ഡിയർ സർ ഓർ മാഡം ഇൻ സല്യൂട്ടേഷൻ. അപ്പോൾ സല്യൂട്ടേഷനിൽ അവിടെ എന്ത് ചെയ്യണം? ഡിയർ സർ ഓർ മാഡം എന്ന് എഴുതുക. ആൻഡ് യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി ഫോർ എൻഡിങ്. അപ്പോൾ എൻഡിങ്ങിൻ്റെ അവിടെ നമ്മൾ ആ പേരറിയാത്ത റിസീവർ ആണെങ്കിൽ നമ്മൾ യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി ഉപയോഗിക്കാം. ഇനി അതുപോലെ തന്നെ എൽസ് യൂസ് ഡിയർ മിസ്റ്റർ ആളുടെ പേര് അല്ലെങ്കിൽ മിസ്സിസ് ആളുടെ പേര് ആൻഡ് യുവേഴ്സ് സിൻസിയർലി ഫോർ എൻഡിങ്. അതായത് ഇപ്പോൾ റിസീവറിൻ്റെ പേര് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. ഒരു മിസ്റ്റർ രാജുവിനാണ് നമ്മൾ അയക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? സല്യൂട്ടേഷനിൽ ഡിയർ മിസ്റ്റർ രാജുവോ എന്ന് എഴുതണം. അതുപോലെ തന്നെ താഴെ യുവേഴ്സ് സിൻസിയർലി എന്ന് എഴുതി ഒപ്പിട്ട് നിങ്ങളുടെ പേര് എഴുതാം. അപ്പോൾ ഞാനൊരു 2 ഫോർമാറ്റ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. യു ക്യാൻ സീ ദ ഫോർമാറ്റ്സ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദം. See this letter format. I have done the salutation at first. Oh, you have done Dear Mr. Lencho. I am very much surprised to see your letter calling us a bunch of crooks. Actually, when we saw your first letter, all of us were amused. But we decided to help you after realizing your faith in God. So we collected money among ourselves and sent you 70 pesos in the name of God. We could not collect 100 pesos as we were short of money. So please do not think that we are crooks. We hope that you can go forward with the work in your fields and reap a good harvest in the coming year. Yours sincerely, സിഗ്നേച്ചർ കൊടുത്തിട്ട് പോസ്റ്റ് മാസ്റ്റർ, പോസ്റ്റ് ഓഫീസ് ഓഫ് ചിയാപ്പാസ്, മെക്സിക്കോ എന്ന് കൊടുത്ത് നമ്മൾ ഡേറ്റ് താഴെ എഴുതണം. ഇത് ഒരു ഫോർമാറ്റ് ഫോർ റൈറ്റിംഗ് എ ലെറ്റർ. അപ്പോൾ ഞാൻ ആദ്യം ഫ്രം അഡ്രസ്സ് കൊടുത്ത് ആദ്യം ഡേറ്റ് ഇട്ടില്ല, അതിന് പകരം ഐ ഹാവ് പുട്ട് ദ ഡേറ്റ് അറ്റ് ദ ബോട്ടം. ഫ്രം അഡ്രസ്സ് ഞാൻ ആദ്യം കൊടുത്തില്ല, അതിന് പകരം ഫ്രം അഡ്രസ്സ് യുവേഴ്സ് സിൻസിയർലി കൊടുത്ത് സൈൻ ചെയ്ത് പേര് എഴുതുന്നു, അതിൻ്റെ താഴെയായിട്ട് ഫ്രം അഡ്രസ്സ് കൊടുത്തു. ടു അഡ്രസ്സ് പ്രത്യേകം ലെറ്ററിനകത്ത് കൊടുക്കുന്നില്ല, കാരണം എൻവലപ്പിൽ പുറത്ത് നമ്മൾ അഡ്രസ്സ് എഴുതാം. പിന്നെ സല്യൂട്ടേഷനിൽ ഐ നോ ദ റിസീവേഴ്സ് നെയിം, സോ ഐ റോട്ട് ഡിയർ മിസ്റ്റർ ലെഞ്ചോ. അപ്പം സിൻസ് ഐ നോ ദ റിസീവേഴ്സ് നെയിം, ഫോർമലായിട്ട് ഞാൻ ലെറ്റർ എൻഡ് ചെയ്ത് എങ്ങനെയാണ്? യുവേഴ്സ് സിൻസിയർലി കൊടുത്തു. So this is one format. See the next one. See here, I have put the date on the top. അത് കഴിഞ്ഞ് ഡേറ്റ് കഴിഞ്ഞിട്ട് അടുത്തത് ഐ ഹവ് ഗിവൺ ദ ഫ്രം അഡ്രസ്സ്, അതായത് സെൻഡറിൻ്റെ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് സെൻഡർ ആരാണ്? പോസ്റ്റ് മാസ്റ്റർ അല്ലേ. ആൻഡ് നെക്സ്റ്റ് വന്നിട്ട് ലെഞ്ചോയ്ക്ക്, അപ്പോൾ ടു ലെഞ്ചോ അതാണ് റിസീവറിൻ്റെ അഡ്രസ്സ്. ടു ലെഞ്ചോ ഇൻ മെക്സിക്കോ. അത് കഴിഞ്ഞ് ഐ ഹാവ് ഗിവൺ ദ സല്യൂട്ടേഷൻ ഡിയർ മിസ്റ്റർ ലെഞ്ചോ. ഇനി നേരത്തെ കണ്ട സെയിം ലെറ്ററിൻ്റെ കണ്ടന്റ് തന്നെയാണ്, അതുകൊണ്ട് ഐ എം നോട്ട് റീഡിങ് ഇറ്റ് അഗെയിൻ. അത് കഴിഞ്ഞ് വീണ്ടും യുവേഴ്സ് സിൻസിയർലി ഇട്ട് സിഗ്നേച്ചറിനുള്ള സ്പേസ് കൊടുത്തിട്ട് ഐ ഹാവ് ഗിവൺ പോസ്റ്റ് മാസ്റ്റർ. അപ്പോൾ ഈ രീതിയിൽ ഡേറ്റ് ഒന്നുകിൽ താഴെ അല്ലെങ്കിൽ മുകളിൽ ഫ്രം അഡ്രസ്സ് കൊടുത്ത് മുകളിൽ കൊടുത്ത് അല്ലെങ്കിൽ താഴെ കൊടുത്ത് അല്ലെങ്കിൽ സല്യൂട്ടേഷൻ, ഇതെല്ലാം ശ്രദ്ധിച്ച് ഇങ്ങനെ 2 ഫോർമാറ്റിൽ എഴുതാം. ഇനിയും വേറെ ഫോർമാറ്റുകളിലും നമുക്ക് ലെറ്റേഴ്സ് എഴുതാം. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഇത്രേ ആവശ്യമുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒഫീഷ്യൽ ലെറ്റേഴ്സ് എഴുതാൻ ഇങ്ങനെയുള്ള ഫോർമാറ്റുകൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാം.
There are many other formats also to write a letter. അതായത് ഈ ഡേറ്റ് അപ്പർ ലെഫ്റ്റ് സൈഡിൽ കൊടുക്കുന്നതിന് പകരം യു ക്യാൻ ഗീവ് ഇറ്റ് അറ്റ് ദ റൈറ്റ് ഹാൻഡ് സൈഡ്. അപ്പോൾ ഇനി അതുപോലെ തന്നെ ഇഫ് നമ്മൾ യുവേഴ്സ് സിൻസിയർലി എഴുതുന്നത് ഈ ഫോർമൽ ലെറ്റർ എൻഡിങ് എഴുതുന്നതും ഫ്രം അഡ്രസ്സ് എഴുതുന്നത് മേ ബി യു ക്യാൻ ഷിഫ്റ്റ് ദ റൈറ്റ് ഹാൻഡ് സൈഡ് ബോട്ടം. അങ്ങനെയും നമുക്ക് ലെറ്റർ എഴുതാം. Let's see what's next. A hailstorm destroyed the crops in Lencho's village. The local newspaper reported it. Prepare the likely report. The headline is given for you. So now നിങ്ങളൊരു ന്യൂസ് റിപ്പോർട്ട് എങ്ങനെ എഴുതണമെന്ന് പഠിക്കുകയാണ്. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കിയാലോ. സോ വാട്ട് ആർ ദ ഫോർമാറ്റ്സ് ഓഫ് എ ന്യൂസ് റിപ്പോർട്ട്, അല്ലെങ്കിൽ ഒരു ന്യൂസ് റിപ്പോർട്ട് നമ്മൾ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. സി എന്തൊക്കെയാണ് റൂൾസ്. ആദ്യം വേണ്ടത് നമ്പർ 1, ടൈറ്റിൽ ഓഫ് ദ ആർട്ടിക്കിൾ. അപ്പോൾ നമ്മൾ എന്ത് ന്യൂസ് റിപ്പോർട്ട് എഴുതുന്നു നമ്മൾ അതിനൊരു ടൈറ്റിൽ അല്ലെങ്കിൽ ഒരു ഹെഡിങ് കൊടുക്കണം. അപ്പോൾ ഇറ്റ് ഷുഡ് ബി ക്യാച്ചി ആൻഡ് ഗ്രാബ് ദ അറ്റൻഷൻ ഓഫ് യുവർ റീഡേഴ്സ്. അപ്പോൾ ആ ന്യൂസ് റിപ്പോർട്ട് വായിക്കാൻ ഇടയുള്ള ആളുകൾക്ക് പെട്ടെന്ന് ഈ ടൈറ്റിൽ അല്ലെങ്കിൽ ഹെഡിങ് കണ്ടാൽ ഇതെന്താണ് ഈ വാർത്ത എന്ന് പെട്ടെന്ന് അതിലോട്ട് നമ്മുടെ അറ്റൻഷൻ പോകുന്ന രീതിയിൽ നല്ല ക്യാച്ചി ആയിട്ടുള്ള അത്ര അട്രാക്റ്റീവ് ആയിട്ടുള്ള ടൈറ്റിൽ. സെക്കൻഡ്, നെയിം ഓഫ് ദ പേഴ്സൺ ഹു റോട്ട് ദ റിപ്പോർട്ട്. അപ്പോൾ ആരാണോ ആ റിപ്പോർട്ട് എഴുതുന്നത് റിപ്പോർട്ടറുടെ പേരും അവിടെ ഉണ്ടാവണം. ഇഫ് യു റൈറ്റ് എ ന്യൂസ് ദെൻ യുവർ നെയിം ഷുഡ് ബി യൂസ്ഡ്. ആൻഡ് നമ്പർ 3, a place and date to be written. The place and date where the incident took place. അതും നമ്മൾ ആ ന്യൂസ് റിപ്പോർട്ട് എഴുതുമ്പോൾ കൊടുക്കണം. നമ്മൾ നാട്ടിൽ പത്രം വായിക്കുക, മാതൃഭൂമിയോ മനോരമയോ ഒക്കെ വായിച്ചാൽ നമുക്ക് കാണാമല്ലോ, ചിലതിൽ നമുക്ക് സ്വന്തം ലേഖകൻ എന്ന് കാണാം, വേറെ ചിലതിൽ ചിലപ്പോൾ ആ റിപ്പോർട്ടറുടെ പേരുണ്ടാവും. അതുപോലെ തന്നെ എപ്പോഴും ശ്രദ്ധിച്ചാൽ അത് എവിടെയാണ്, ഏത് സ്ഥലത്ത് നടന്ന സംഭവമാണെന്നുള്ള, തിരുവനന്തപുരം അല്ലെങ്കിൽ കണ്ണൂർ, തിരുവല്ല എന്നുള്ള പേര് കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടായിരിക്കും അവർ ആ ന്യൂസ് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഓർക്കുക, ആദ്യം വേണ്ടത് ഒരു ഹെഡിങ്, നെയിം ഓഫ് ദ പേഴ്സൺ ഹു റോട്ട് ദ റിപ്പോർട്ട്, place and date also to be written. Now let's see how the content of a news report should be like. The first or the lead paragraph should contain. അപ്പോൾ ആദ്യം വരുന്ന പാരഗ്രാഫ് എന്താ വരണ്ടേ? Who, what, where, when. അപ്പോൾ 4 W's വരണം അല്ലേ? എന്തൊക്കെയാണ്? Who, what, where, when. Who is involved? What exactly happened? Where did it happen? When did it happen? ഇനി അടുത്തതോ, അടുത്ത പാരഗ്രാഫിലോ how and why did it happen? And the last paragraph could be something like who witnessed or who participated or who was affected by the incident. അപ്പോൾ ആരാണിത് കണ്ടത്, അല്ലെങ്കിൽ ഈ ഇൻസിഡൻറ്റിൽ ആരൊക്കെ ഉണ്ടായിരുന്നു, അതല്ലെങ്കിൽ ആരാണ് ഇത് മൂലം അഫക്റ്റഡ് ആയിട്ടുള്ളവർ, അതെല്ലാമാണ് നമുക്ക് ഏറ്റവും ലാസ്റ്റിൽ കൊടുക്കേണ്ട കാര്യങ്ങൾ. So now let's see how the news report can be like. Now we'll see how a news report can be like. See the heading, hailstorm destroys crops. ഇത് നിങ്ങൾക്ക് ഓൾറെഡി ടൈറ്റിൽ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നിരുന്നതാണ്. അപ്പം hailstorm destroys crops. സോ അടുത്ത എന്താണ്? ചിയാപ്പാസ്, സ്ഥലത്തിൻ്റെ പേര്, ഡേറ്റ് 20th June 2020, and the reporter's name. I've given my name because I am writing the news report, so I've given my name, Rani Thomas. ഇനി റിപ്പോർട്ട് എങ്ങനെ എഴുതുന്നത്? ആദ്യം എന്താ വേണ്ടത്, എന്താ കാര്യവും നമ്മൾ ആദ്യത്തെ 1-2 ലൈൻ കൊണ്ട് പെട്ടെന്ന് ക്ലിയർ ആക്കിയിരിക്കണം. 4 W വരേണ്ടത് അല്ലേ? എ ഹെയിൽ സ്റ്റോം. അപ്പോൾ എന്താണ്? A hailstorm destroyed crops in the valley of Chiapas during the weekend. അപ്പം ഏത് സ്ഥലം, where, when, എന്ത്, what എല്ലാം അവിടെ വന്നു കഴിഞ്ഞു. The expected rain turned into a destructive hailstorm affecting the ripe crops of farmers. അല്ലേ? അപ്പോൾ മഴ പ്രതീക്ഷിച്ചിരുന്ന ഫാമേഴ്സിൻ്റെ റൈപ്പ് ക്രോപ്സ് എല്ലാം മഴയ്ക്ക് പകരം അതൊരു ആലിപ്പഴം മഴയായി, ഹെയിൽസ്റ്റോമായി വന്ന് അതെല്ലാം ഡിസ്ട്രോയ് ചെയ്ത് കളഞ്ഞു. The authorities are taking steps to compensate the farmers. അതൊക്കെ ഞാൻ സ്വന്തമായിട്ട് നമ്മൾ തന്നെ ക്രിയേറ്റീവായിട്ട് നമ്മൾ തന്നെ എന്തെങ്കിലും ഒരു റിപ്പോർട്ടിൽ എഴുതേണ്ടത്. ഇപ്പം ഞാനാണ് അത് ചെയ്യുന്നതെങ്കിൽ ഞാൻ എങ്ങനെ എഴുതും? അപ്പോൾ അവിടെ നമ്മളുടെ ഗവൺമെൻറ് ചെയ്യുന്ന പോലെ നാശനഷ്ടം വിലയിരുത്താൻ നമ്മുടെ ഗവൺമെൻറ് അതോറിറ്റീസ് വരില്ലേ എന്നുള്ളതുപോലെ അവിടെയും the authorities are taking steps to compensate the farmers. അപ്പോൾ ഫാമേഴ്സിന് നഷ്ടപരിഹാരം കൊടുക്കാൻ അവർ തീരുമാനിച്ചു. The estimated loss comes to approximately 10,000 pesos. അപ്പം ടോട്ടൽ നഷ്ടം എത്ര വന്നു എന്നാണ് അവർ നോക്കുന്നത്? 10,000 pesos എന്നാണ് അവർ നോക്കുന്നത്. One of the affected farmers, Mr. Lencho's ripe corn about to be harvested, was fully destroyed, leaving him and his family in a poor condition. അപ്പോൾ ലാസ്റ്റിൽ നമ്മൾ ഹൂ വാസ് അഫക്റ്റഡ് എന്നുള്ള ചോദിക്കുന്ന ലാസ്റ്റ് പാരഗ്രാഫിൽ എന്താ കൊടുത്തിരിക്കുന്നത്? നമുക്കിവിടെ അറിയാം ഈ കഥയിൽ മിസ്റ്റർ ലെഞ്ചോ ആണെന്ന്. അപ്പോൾ നമ്മൾ ലെഞ്ചോയുടെ കാര്യം നമ്മൾ പറഞ്ഞിരിക്കുകയാണ്. അയാളുടെ റൈപ്പ് കോൺ എല്ലാം ഡിസ്ട്രോയ് ആയിപ്പോയി, അതുകൊണ്ട് അയാളും അയാളുടെ കുടുംബവും ആകെ ദുരിതത്തിലായി എന്നാണ് ആ ലാസ്റ്റ് ലൈനിൽ കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ എഴുതി ഒരു ഷോർട്ടായിട്ടൊരു ന്യൂസ് റിപ്പോർട്ട് പോലെ നിങ്ങൾക്ക് എഴുതാം. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം രീതിയിലുള്ള എഴുതി നോക്കൂ. ഞാനിവിടെ ഒരു